ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏജിസ് ഗ്രിഡ് അൽഗോയുടെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണ് നോക്കുന്നത്. നമ്മൾ പഴയ പോലെ തന്നെ ക്യാപിറ്റലിന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പ്രോഫിറ്റ് നമ്മളിവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രഷ് ആയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിവിടെ ഡാഷ്ബോർഡ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വാല്യൂ കാണിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ചെറിയൊരു അപ്ഡേറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. വെർഷൻ 4.4 ആണ്, അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കൂടെയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വെർഷൻ 4.4ൽ നമ്മൾ 1 ഡയറക്ഷൻ മോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ പഴയ അപ്ഡേറ്റിനകത്ത് നമുക്ക് EMA ബേസ് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു. മാർക്കറ്റ് EMA ക്രോസ് ചെയ്യുന്ന സമയത്ത് ബൈയും സെല്ലും എടുക്കുന്ന രീതിയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് നമ്മൾ 1 ഡയറക്ഷനിലോട്ട് മാത്രം ട്രേഡിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ 1 ഡയറക്ഷൻ അതേപോലെ EMA ബേസ്ഡ് ആയിട്ടുള്ള ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ എല്ലാ ട്രേഡുകളും ബൈ ആയിരിക്കും. ഓക്കെ, EMAയുടെ ട്രെൻഡ് മാറുന്ന അനുസരിച്ചിട്ട് ഇനി അങ്ങോട്ട് ട്രേഡ് ഈ ഒരു മെത്തേഡിൽ ട്രേഡ് മാറുന്നതല്ല, എല്ലാ ട്രേഡും ബൈ ആയിരിക്കും എടുക്കുന്നത്. അതേപോലെ നമ്മളിവിടെ ആ മാർട്ടിക്കൽ മോഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് വലിയ ക്യാൻഡിൽസ് വരുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ലൈൻ കാണുന്നത്, ഈ ഒരു ബ്ലൂ ലൈനായിട്ട് കാണുന്നത് നമ്മുടെ ടാർഗറ്റ് ലൈനാണ്. ഈ ഒരു ലൈനിൽ വന്ന് ഹിറ്റ് ആകുമ്പോഴായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ആവുന്നത് കാണാൻ പറ്റും. കാരണം നമുക്കിവിടെ നമ്മളിതിനകത്തൊരു ഓവർലാപ്പിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെക്കാനിസം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഫിറ്റബിൾ ട്രേഡ്സ് വന്നിട്ട് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലോസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു മെക്കാനിസം കൂടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഓവർലാപ്പിംഗ് ആണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ലോസിനെ കൂടെ കട്ട് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ആയിട്ടുണ്ട്. $2 മേളിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് പഴയ പോലെ തന്നെ $50 അപ്പോൾ നമ്മൾ അതിനുള്ളിൽ തന്നെ ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ബോട്ട് വെച്ചിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലോട്ട് സൈസിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. മാർട്ടിംഗയിലാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആവറേജിങ് നടക്കും. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ആവറേജിങ് നടക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഫിക്സഡ് ഗ്രിഡാണ് കുറച്ചുകൂടെ, ഫിക്സഡ് ലോഡ് സൈസാണ് കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞിട്ടുള്ളത്. മാർട്ടിംഗയിലാകുമ്പോൾ അത്രയും എക്സ്പോഷർ വരുന്നുണ്ട്, അപ്പോൾ അത്രത്തോളം റിസ്ക്കും കൂടെ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മാർട്ടിംഗയിൽ മോഡലാണ്. നമ്മളിപ്പോൾ ഏകദേശം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മിനിറ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ $4 മേളിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ വന്നിരിക്കുന്നത് $74 ആണ്. ഈ ഡ്രോ ഡൗൺ കാണിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന സംഭവിച്ചിരിക്കുന്ന ലോസ് അല്ല, പകരം മാർക്കറ്റ് എത്രത്തോളം ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ലെവലാണ്. $74 താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വന്ന് പ്രോഫിറ്റിൽ ബുക്കായെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി ഉള്ളതായിട്ടാണ് കാണുന്നത്. 1.92 ലെവലിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയങ്ങളിൽ ഇവിടെ ചെറിയൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സംഭവിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു സമയത്താണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രേഡിംഗ് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ മാനുവലി ഒരു റിസ്ക് വെച്ചേക്കുന്നത് ഒരു $300 ഡ്രോ ഡൗണിന് മേലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ലോസിലോട്ട് പോകുന്നുള്ളത്. ഈ വരുന്ന ലോസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ റിക്കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു
സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ചെയ്തു പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ 5% ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഏകദേശം $50 വരും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന $1000 ക്യാപിറ്റലാണ്. അതേപോലെ തന്നെ നമുക്ക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം നിലവിൽ ബൈ ആണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമുക്കിനി സെല്ല് മാത്രം എടുത്താൽ മതി എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ സെറ്റിങ്സിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ എടുക്കുന്ന ട്രേഡുകളെല്ലാം സെല്ലായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ മാനുവൽ മോഡാണ്. ഇനി നമുക്ക് ട്രെൻഡ് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡും വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രെൻഡ് തീരുമാനിച്ചതിന് ശേഷം അത് ബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്ഷൻ തീരുമാനിച്ചു
ഓക്കെ, നമുക്കൊരു ഡ്രോ ഡൗൺ വന്നിട്ടുണ്ട്. അത്യാവശ്യം $226 ഡ്രോ ഡൗണിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്രിഡ് ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഈ ഗ്രിഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയതിനു ശേഷം നമ്മൾ ഗ്രിഡ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വരുന്ന അപ്ഡേറ്റിൽ ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് മാനുവൽ കൺട്രോളിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഏകദേശം ഗ്രിഡുകൾ ക്ലോസ് ആയിട്ടുണ്ട്. ഈ കാണുന്ന ഗ്രിഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു ട്രേഡ് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ഗ്രിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇക്വിറ്റീൻ്റെ 3% പ്രോഫിറ്റ് ഇവിടെ മേക്ക് ചെയ്തു. $31 ഇന്നത്തെ പ്രോഫിറ്റ്. നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല. ഇന്ന് അത്യാവശ്യം നല്ലൊരു ഡ്രോ ഡൗൺ ഇവിടെ വന്നിട്ടുണ്ട്. $226 ഡ്രോ ഡൗൺ വന്നിട്ടുണ്ട്. നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് $31. അതേപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്ത സമയം 25 മിനിറ്റാണ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്.